ഹായ് നമസ്കാരം. ഏവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഹാർദവമായ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തല്ലേ? അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാവരും റെഡി അല്ലേ? നോക്കിയേ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നോക്കിയേ, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ, അതായത് ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരള PSC മാറിയ സിലബസ് വെച്ച് നോക്കുമ്പോൾ എല്ലാ പരീക്ഷകളിലും ഒരുപോലെ വരുന്ന 1 മാർക്ക് ഉറപ്പിക്കാവുന്ന ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണിത്. 100% നമുക്ക് 1 മാർക്ക് കിട്ടും. ക്ലാസ്സിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഈ ടോപ്പിക്കിന്റെ പല ഭാഗങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കും. നോക്കിയേ, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ജീവിതശൈലി രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. ജീവിതശൈലി രോഗങ്ങൾ നമുക്കറിയാം, പല ടൈപ്പ് രോഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ? പകരുന്ന രോഗമുണ്ട്, പകരാത്ത രോഗമുണ്ട്. ഇവിടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ചോദിച്ചേക്കുന്നത്. ജീവിതശൈലി രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. ചോയ്സ് കൊടുത്തിരിക്കുന്നത് 1 ഫാറ്റി ലിവർ, 2 പ്രമേഹം, 3 ഹീമോഫീലിയ. ഇതിൽ ഏതൊക്കെയാണ് ജീവിതശൈലി രോഗം തിരഞ്ഞെടുക്കുക? ഓപ്ഷൻസ് എ 1ഉം 3ഉം അല്ലേ? ഇതിനകത്ത് ഏതൊക്കെയാണ് ജീവിതശൈലി നമുക്കൊന്ന് ഇപ്പൊ തന്നെ പറയാൻ പറ്റും. ഇത് ജീവിതശൈലി രോഗമല്ല. ഹീമോഫീലിയ ഒരു ജീവിതശൈലി രോഗമല്ല, അതൊരു ജനിതക രോഗമാണ്. ഹീമോഫീലിയ എന്ത് രോഗമാണ്? അവിടെ തന്നെ തെറ്റ്. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു, ഒറ്റ സ്റ്റെപ്പിൽ കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾക്ക് കിട്ടണം, നമുക്ക് എല്ലാവർക്കും ഇതുപോലെ കിട്ടണം, ഒറ്റ സ്റ്റെപ്പിൽ കിട്ടണം. ഹീമോഫീലിയ ഒരു ജനിതക രോഗമാണ്. ഫാറ്റി ലിവർ ആണ് ജീവിതശൈലി രോഗമാണ്. പ്രമേഹം ജീവിതശൈലി രോഗമാണ്. ഹീമോഫീലിയ മാത്രം ഏതാണ്? ജനിതക രോഗമാണ്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ ഇതുപോലെ കയറി ഒറ്റയടിക്ക് ഓപ്ഷൻ നോക്കാൻ നിൽക്കരുത്. ഇത് ഇവിടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ആദ്യം ഓപ്ഷനിൽ പോയി നോക്കി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ടേ ഉത്തരം കണ്ടുപിടിക്കാവുള്ളൂ. നോക്കിയേ, 1ഉം 3ഉം അല്ല, 2ഉം 3ഉം അല്ല, സി 1ഉം 2ഉം. അത് കറക്റ്റ് ആണ്. സി ആണ് ആൻസർ അല്ലേ? സി ആണ് ആൻസർ. കിട്ടിയോ? നമുക്ക് നോക്കാം. എന്താണ് മക്കളെ ജീവിതശൈലി രോഗം? എന്താണ് ജീവിതശൈലി രോഗം? അനാരോഗ്യപരമായ ജീവിത രീതി നമ്മളിൽ വിളിച്ചു വരുത്തുന്ന രോഗങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? ജീവിതശൈലി രോഗം. എന്ത് വിളിക്കാം? ജീവിതശൈലി രോഗം. തെറ്റായ ജീവിത രീതിയിലൂടെ നമുക്കുണ്ടാകുന്ന രോഗങ്ങളെ എന്ത് വിളിക്കാം? ജീവിതശൈലി രോഗം, ലൈഫ് സ്റ്റൈൽ ഡിസീസ്. മക്കളെ 1 മാർക്കാണ്, ശ്രദ്ധിച്ചിരിക്കുക. തെറ്റായ ജീവിത രീതിയിലൂടെ നമുക്കുണ്ടാകുന്ന രോഗങ്ങളെ എന്ത് വിളിക്കാം? ജീവിതശൈലി രോഗം. ഏതൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ? 1, ആ സ്ലൈഡിലേക്ക് നോക്കാം. അമിത ഭക്ഷണം. ഏതാണ്? അമിത ഭക്ഷണം. അതായത് ഒരാൾക്ക് അമിത ഭക്ഷണമാണെങ്കിൽ മറു സൈഡിൽ അവിടെ ഭക്ഷണ ലഭ്യത കുറവുള്ള ആൾക്കാരും ഉണ്ട് അല്ലേ? അമിത ഭക്ഷണവും പോഷകക്കുറവും. ഏതാണ്? അമിത ഭക്ഷണവും പോഷകക്കുറവും. അവ ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങളാണ് ഒന്നാമത്തെ കാരണം. ലളിതമായി പറഞ്ഞാൽ അമിത ഭക്ഷണം, പോഷകക്കുറവ്. രണ്ടാമത്തെ പ്രത്യേകത വ്യായാമമില്ലായ്മ. എന്താണ്? വ്യായാമമില്ലായ്മ. നമുക്കൊന്നും ഇല്ലല്ലോ ഇല്ലേ? പണ്ടുള്ളവരും ഇപ്പോഴത്തെ ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഫുഡ് കഴിക്കുന്ന അളവിലൊന്നും വ്യത്യാസമില്ല, ജോലി ചെയ്യുന്ന കാര്യത്തിലെ വ്യത്യാസമുള്ള. പണ്ടാണെങ്കിൽ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളില്ല ഇല്ലേ? 2023 കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ച ജീവിതശൈലി രോഗം ഏതെന്ന് PSC പരീക്ഷയ്ക്ക് ഇപ്പൊ ചോദിച്ച് നിർത്തിയ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, ഹൃദ്രോഗമാണ് അല്ലേ മക്കളെ? ഹൃദ്രോഗം നാഷണൽ ഹെൽത്ത് മിഷന്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിരിക്കുന്ന രോഗം ഏതാണ്? ഹൃദ്രോഗമാണ്. ഇതിനെല്ലാം കാരണം എന്താ? മാറിയ ഭക്ഷണശീലങ്ങൾ. അപ്പം ജീവിതശൈലി രോഗത്തിന്റെ കാരണങ്ങൾ ചോദിച്ചാൽ മക്കളെ നിങ്ങൾക്ക് പറയാൻ പറ്റണം. എന്തൊക്കെയാ പറഞ്ഞത്? അമിത ഭക്ഷണം, പോഷകക്കുറവ്. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഭക്ഷണം ഉണ്ട്, അമിത ഭക്ഷണം. മറു സൈഡിൽ ഭക്ഷണം കിട്ടാത്ത ആൾക്കാരും ഉണ്ട് അല്ലേ? അമിത ഭക്ഷണം, പോഷകക്കുറവ്. 2 വ്യായാമമില്ലായ്മ. 3 കടുത്ത മാനസിക സംഘർഷം ഇല്ലേ? ഇന്ന് എല്ലാവർക്കും ഉണ്ട്. അതായത് ഒരു +2 കഴിയുന്ന അല്ലെങ്കിൽ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി തൊട്ട് മരണം വരെയും ലോണും കാര്യങ്ങളും മറ്റു കാര്യങ്ങളും. കടുത്ത മാനസിക സംഘർഷമാണ് അല്ലേ? കടുത്ത മാനസിക സംഘർഷം. മദ്യപാനം, മയക്കുമരുന്ന്, പുകയില എന്നിവയുടെ ഉപയോഗം മൂലമുള്ള രോഗങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? ജീവിതശൈലി രോഗം. കിട്ടിയോ? കാര്യങ്ങൾ കിട്ടിയോ? എന്തൊക്കെയാ പറഞ്ഞേ? ജീവിതശൈലി രോഗത്തിന്റെ കാരണങ്ങൾ ഏതൊക്കെയാ? അമിത ഭക്ഷണം, പോഷകക്കുറവ്, വ്യായാമമില്ലായ്മ, കടുത്ത മാനസിക സംഘർഷം, മദ്യം, മയക്കുമരുന്ന്, പുകയില എന്നിവയുടെ ഉപയോഗം മൂലമുള്ള രോഗങ്ങളെ എന്ത് വിളിക്കാം? ജീവിതശൈലി രോഗങ്ങൾ. എന്ത് വിളിക്കാം? ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗത്തിന് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കുന്ന പ്രോജക്റ്റ് ആണ് ഏതാ? അമൃതം ആരോഗ്യം. ഏതാണ്? ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കുന്ന പ്രോജക്റ്റ് ആണ് ഏതാ? അമൃതം ആരോഗ്യം. ഏതാണ് മക്കളെ?
അമൃതം ആരോഗ്യം. എല്ലാവർക്കും മനസ്സിലായോ? അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം എന്ന പ്രോജക്റ്റ് എന്താണ്? 30 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത്. 2011 നിലവിൽ വന്നത്. എന്നാ നിലവിൽ വന്ന് 2011. അപ്പൊ അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗത്തിന് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കുന്ന പ്രോജക്റ്റ് ഏതാ? അമൃതം ആരോഗ്യം. നിലവിൽ വന്ന് 2011. അപ്പൊ എന്താണ് ലക്ഷ്യം? എന്താണ്? ജീവിതശൈലി രോഗത്തിന് സൗജന്യ രോഗനിർണയം ചികിത്സയും ഉറപ്പാക്കുക. എത്ര വയസ്സിന് മുകളിലുള്ളവർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത്? 30 വയസ്സിന് മുകളിൽ. ആരാണ് ഈ പ്രോജക്റ്റിന്റെ പിന്നിൽ? നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. ഏതാണ്? നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും. ഏതൊക്കെയാണ്? നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി നടപ്പിലാക്കിയ പ്രോജക്റ്റ് ആണ്. ഏതാണ്? അമൃതം ആരോഗ്യം. ഏതാണ്? അമൃതം ആരോഗ്യം. അപ്പൊ എന്താ മക്കളെ ജീവിതശൈലി രോഗം? തെറ്റായ ജീവിത രീതിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. അതിന്റെ കാരണങ്ങൾ ഏതൊക്കെയാണ്? അമിത ഭക്ഷണം, പോഷകക്കുറവ്, വ്യായാമമില്ലായ്മ, കടുത്ത മാനസിക സംഘർഷം, മദ്യം, മയക്കുമരുന്ന്, പുകയില എന്നിവയുടെ ഉപയോഗം. ഓക്കെ. ജീവിതശൈലി രോഗത്തിന് സൗജന്യ രോഗനിർണയം ചികിത്സയും ഉറപ്പാക്കുന്ന പ്രോജക്റ്റ് ആണ് അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം നിലവിൽ വന്ന വർഷം ഏതാ? 2011. ഈ എത്ര വയസ്സിന് മുകളിലുള്ളവർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത്? എത്ര വയസ്സിന് മുകളിൽ? 30 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത്. ഈ പ്രോജക്റ്റിന്റെ പിന്നിൽ ആരാണ്? നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും. അപ്പം പത്രം വായന അതുപോലെ മറ്റ് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ഇപ്പോൾ ഉണ്ടോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ വരണമെന്നില്ല. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും നാഷണൽ അർബൻ ഹെൽത്ത് മിഷനും, അതായത് ഗ്രാമപ്രദേശങ്ങളിൽ നിയന്ത്രണവും നഗരപ്രദേശങ്ങളിലുമായി വെവ്വേറെ ആയിരുന്നു. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ഗ്രാമീണ മേഖലകളിലും, അർബൻ ഏരിയ ആവുമ്പോൾ നാഷണൽ അർബൻ ഹെൽത്ത് മിഷനും ആയിരുന്നു. അത് രണ്ടും 2013 ക്ലബ് ചെയ്തു. 2013 അത് രണ്ടും ക്ലബ് ചെയ്തു. അപ്പൊ ഒറ്റ പേരുടെ ഇപ്പം നാഷണൽ ഹെൽത്ത് മിഷൻ. നാഷണൽ ഹെൽത്ത് മിഷൻ. അപ്പം മക്കളെ ഇങ്ങനെ വരാം. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി നടപ്പിലാക്കിയ പ്രോജക്റ്റ്. പ്രസ്താവന ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഉള്ള കാര്യമാണ് പറയുന്നത്. നമ്മുടെ പരീക്ഷയ്ക്ക് അങ്ങനെ വരണം എന്നുള്ള സാധ്യത വളരെ കുറവാണെന്ന് കൂട്ടിക്കോ. കാര്യം അത്രേ വരൂ. എങ്കിലും നമ്മളൊന്ന് കരുതിയിരിക്കുക. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും, അല്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് മിഷനും കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി നടപ്പിലാക്കിയ പ്രോജക്റ്റ് ആണ് ഏതാ? അമൃതം ആരോഗ്യം. കിട്ടിയോ മക്കളെ? ഇത്രയും പോയിന്റ് കിട്ടിയോ? എന്താ ജീവിതശൈലി രോഗം എന്ന് മനസ്സിലായി, അതിന്റെ കാരണങ്ങൾ മനസ്സിലായി, അതുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് ഒന്ന് പഠിച്ചു. കിട്ടിയോ? എത്ര വയസ്സിന് മുകളിലോർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത്? 30 വയസ്സിന് മുകളിൽ. ഈ നമ്മളോടൊക്കെ പറഞ്ഞാലങ്ങാണ് നമ്മൾ അനുസരിക്കുവോ? ഭക്ഷണം കഴിക്കരുത്, അമിതവണ്ണം വരും. അതുപോലെ കൊഴുപ്പ് കഴിക്കരുത്, അറ്റാക്ക് വരും, സ്ട്രോക്ക് വരും. അതുപോലെ യൂറിക് ആസിഡിന്റെ ഉപയോഗം കുറയ്ക്കണം, അതായത് ബീഫ് കാര്യങ്ങളൊക്കെ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുവോ? എവിടെ? നെവർ മൈൻഡ്. അപ്പൊ നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളല്ല. പുകവലി ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാർ ഉപേക്ഷിക്കില്ല. മദ്യം, മയക്കുമരുന്ന് ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. ഇതൊക്കെ ആരെ പഠിപ്പിക്കണം? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, ഇല്ലേ? കുട്ടികളെ പഠിപ്പിക്കണം. ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് സ്കൂൾ കുട്ടികളെ ബോധവൽക്കരിക്കാനായി ആവിഷ്കരിച്ച പ്രോജക്റ്റ് ആണ് ലീപ്പ്. ഏതാണ് മക്കളെ? ലീപ്പ്. ഏതാണ്? ലീപ്പ്. ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് സ്കൂൾ കുട്ടികളെ ബോധവൽക്കരിക്കാൻ ആവിഷ്കരിച്ച പ്രോജക്റ്റ് ആണ് മക്കളെ ലീപ്പ്. കിട്ടിയോ? ലീപ്പ്. എന്തൊക്കെയാ ജീവിതശൈലി രോഗങ്ങൾ? ഏതൊക്കെയാണ്? എന്തൊക്കെയാ കാരണങ്ങൾ പറഞ്ഞേ? അമിത ഭക്ഷണം, പോഷകക്കുറവ്, വ്യായാമമില്ലായ്മ, കടുത്ത മാനസിക സംഘർഷം, മദ്യം, മയക്കുമരുന്ന്, പുകയില എന്നിവയുടെ ഉപയോഗം. പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗം മക്കളെ ഒന്ന് പറഞ്ഞാലോ? ഏതൊക്കെയാ പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗം? ഒന്ന് പ്രമേഹം. ഏതാണ്? പ്രമേഹം. 3 ടൈപ്പ് പ്രമേഹം ഉണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്ന് പറയരുത്. ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. അതുപോലുള്ളത് ജെസ്റ്റേഷണൽ ഡയബറ്റിസ്. കിട്ടിയോ? ജെസ്റ്റേഷണൽ ഡയബറ്റിസ്. മക്കളെ ഇതിനകത്ത് ഏതാ ജീവിതശൈലി പ്രമേയം? ടൈപ്പ് 2 പ്രമേഹം. ടൈപ്പ് 2 പ്രമേയം.
കിട്ടിയോ? ടൈപ്പ് 2 പ്രമേയം വളരെ വിശദമായി പഠിക്കാനുള്ള ഒന്നാണ്. നമ്മുടെ ആപ്പിൽ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, 1 മാർക്ക് ഉറപ്പാണ്. ടൈപ്പ് 2 പ്രമേയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? ജീവിത ശൈലി പ്രമേഹമാണ് ടൈപ്പ് 2. ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം തമ്മിലുള്ള പ്രത്യേകത നിങ്ങൾ പഠിച്ചിരിക്കണം. 1 മാർക്കാണ് ഒന്നുകിൽ അവിടെ നിന്ന്. ഓക്കെ. അതുപോലെ മറ്റൊരു ജീവിതശൈലി രോഗമാണ് പൊണ്ണത്തടി, ഒബീസിറ്റി. പൊണ്ണത്തടി നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പൊണ്ണത്തടി എങ്ങനെയാ? എനിക്ക് പൊണ്ണത്തടി ഉണ്ടോ? വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പറയാം പൊണ്ണത്തടി ഉണ്ടോ? കണ്ടാൽ പറയാൻ പറ്റില്ല. എങ്ങനെയാ പൊണ്ണത്തടി പറയുന്നത്? ബോഡി വെയിറ്റ് ഇൻ കിലോഗ്രാം. നമ്മുടെ ബോഡിയുടെ വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ, ഹരിക്കണം. ബോഡി വെയിറ്റ് കിലോഗ്രാമിലുള്ളതിനെ ബോഡി ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ, നിങ്ങളുടെ ഉയരത്തിനെ മീറ്റർ സ്ക്വയറിലാക്കി ഹരിക്കണം. നിങ്ങളുടെ എത്രയാണോ വെയിറ്റ്, നിങ്ങളുടെ വെയിറ്റ് 80 കിലോഗ്രാം എന്ന് കരുതുക. 80 എങ്കിൽ 80 ഒരു പുരുഷന്റെ പറയുകയാണ്. ഒരു ഇച്ചിരി ഓവർ വെയിറ്റ് ഉള്ള ഒരു പുരുഷന്റെ കേസ് പറയാൻ പോയി. 80 കിലോഗ്രാം ആണ്. അദ്ദേഹത്തിന്റെ ഹൈറ്റ് 172 സെന്റിമീറ്റർ ആണെന്ന് കരുതുക, അല്ലേ? അപ്പൊ 80 കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് 172 സെന്റിമീറ്റർ എന്നാ പറഞ്ഞത്, അല്ലേ? 172 സെന്റിമീറ്റർ ഒരു മീറ്റർ ആക്കാൻ അറിയാലോ. 1.72 മീറ്റർ. 1.72 മീറ്റർ ഇൻറ്റു 1.72 മീറ്റർ. അപ്പൊ മീറ്റർ സ്ക്വയർ ആയി, അല്ലേ? അപ്പൊ ബോഡി വെയിറ്റ് നിങ്ങൾ ഇങ്ങനെ പഠിക്കുക. ശരീരഭാരം, വെയിറ്റുള്ള ഭാരത്തെ ഹൈറ്റ് കൊണ്ട് ഹരിക്കുക, മീറ്റർ സ്ക്വയർ കൊണ്ട് ഹരിക്കുക. കിട്ടുന്ന സംഖ്യ, നിങ്ങൾക്കൊരു സംഖ്യ കിട്ടും മക്കളെ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നോക്കിയിരിക്കുക. ഒരു സംഖ്യ കിട്ടും. അപ്പൊ നോക്കിയേ, ബോഡി വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡ് ബൈ ബോഡി ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. കിട്ടിയോ? ഇത് നിങ്ങൾക്ക് വേറൊരു കാര്യം കിട്ടി. പൊണ്ണത്തടിയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. ഒരു മാർക്ക് കിട്ടിയോ? അപ്പൊ രണ്ടാമത്തെ ജീവിതശൈലി രോഗമാണ് പറഞ്ഞത് പൊണ്ണത്തടിയുടെ യൂണിറ്റ് ഏതാ? കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. കിട്ടുന്ന സംഖ്യ, നിങ്ങൾ ഹരിച്ച് കിട്ടുന്ന സംഖ്യ ഉണ്ടല്ലോ, കിട്ടുന്ന സംഖ്യ 18.5 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയറിന് താഴോട്ടാണെന്ന് കരുതുക. 18.5 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ താഴോട്ടാണെങ്കിൽ കരിയിലയ്ക്ക് തുല്യവിടെ ഭാരക്കുറവ്, ബോഡി വെയിറ്റ് ഇല്ലെന്ന്. അപ്പൊ 18.5 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ താഴോട്ടാണെങ്കിൽ ബോഡി വെയിറ്റ് വളരെ കുറവാണ്. 18.5നും 24.9 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയറിന് ഇടയിലാണെങ്കിൽ നോർമൽ. പ്രീവിയസ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സാധാരണ മനുഷ്യന്റെ, ഒരു നോർമൽ വെയിറ്റ് ഉള്ള ഒരാളുടെ ഒബിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ റീഡിങ് എത്ര വരണം? 18.5നും 24.9നും ഇടയിലാണെങ്കിൽ നോർമൽ. 18.5ന് താഴോട്ടാണെങ്കിൽ ഭാരക്കുറവ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, 25നും 29.9 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയറിന് ഇടയിലാണെങ്കിൽ പൊണ്ണത്തടിയുടെ തുടക്കം. എനിക്കും നിങ്ങൾക്കും ഒക്കെ ഇതായിരിക്കും. 25നും 29.9നും ഇടയിലാണെങ്കിൽ പൊണ്ണത്തടിയുടെ തുടക്കം. ഓക്കെ, 30 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയറിന് മുകളിലോട്ടാണെങ്കിൽ കൺഫേം, പൊണ്ണത്തടി ഉറപ്പിച്ചു. അപ്പൊ 2 ജീവിതശൈലി രോഗം നിങ്ങളെ പഠിപ്പിച്ചു. ഏതാ? ഒന്ന് ടൈപ്പ് 2 പ്രമേഹം. ടൈപ്പ് 2 പ്രമേഹം നമ്മുടെ ആപ്പിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ മക്കളെ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അത് നമ്മുടെ ആപ്പിൽ വിശദമായി പറയുന്നുണ്ട്. ടൈപ്പ് 1ഉം ടൈപ്പ് 2 പ്രമേഹവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് 1 മാർക്കാണ്. അതിനകത്തുനിന്ന് ഉറപ്പായിട്ട് മാർക്ക് കിട്ടും. പഠിപ്പിച്ചതാണ്. ഓക്കെ, നോക്കിയേ, പൊണ്ണത്തടി മനസ്സിലായോ? അതുപോലെ മൂന്നാമത്തെ അസുഖമാണ് ഇൻസുലിൻ ഷോക്ക്. ഇൻസുലിന്റെ അമിത ഉപയോഗം മൂലം, ഇൻസുലിന്റെ ഉൽപാദനം കൂടുന്നത് മൂലം നമ്മൾ മരണപ്പെടുന്ന ഒരു അസുഖമാണ് ഇൻസുലിൻ ഷോക്ക്. ഏതാണ്? ഇൻസുലിൻ ഷോക്ക്. ഇനി നമ്മുടെ കൊളസ്ട്രോൾ, കൊഴുപ്പിന്റെ ഉപയോഗം, അമിതമായിട്ട് ചീത്ത കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, LDL
എൽ ഡി എൽ കൊളസ്ട്രോൾ, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഇത് ലിവറിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന അസുഖമാണ് ഫാറ്റി ലിവർ. ഏതാണ്? ഫാറ്റി ലിവർ. ഗുരുതരമായൊരു പ്രശ്നമാണ് ഫാറ്റി ലിവർ. നോക്കിയേ, നമ്മുടെ ക്വസ്റ്റിനകത്ത് വ്യക്തമായി പറയുന്ന ഒന്നാണ് ഏതാ? ഫാറ്റി ലിവർ. കിട്ടിയോ? പ്രമേഹം എന്ന് പറഞ്ഞാൽ പ്രമേയം 2 ആണ് ജീവിതശൈലി പ്രമേയം. കിട്ടിയോ? ഇനി എന്താണ് ഹീമോഫീലിയ? ഹീമോഫീലിയ ഓപ്ഷന് കിടക്കുന്നതല്ലേ? രക്തം കട്ട പിടിക്കാതിരിക്കുന്ന പാരമ്പര്യ രോഗം. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന പാരമ്പര്യ രോഗമാണ് മക്കളെ ഹീമോഫീലിയ. ഏതാണ്? ഇപ്പൊ പലരുടെയും വീഡിയോകളിലും പലരുടെയും പുസ്തകങ്ങളിലൊക്കെ, പഴയ പുസ്തകങ്ങളിലൊക്കെ കിടപ്പുണ്ട് വൈറ്റമിൻ കെയുടെ കുറവെന്ന്. തെറ്റാണ്. വൈറ്റമിൻ കെയുടെ കുറവല്ല ഹീമോഫീലിയ. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന പാരമ്പര്യ രോഗമാണ് ഹീമോഫീലിയ. ക്ലിയർ ആണോ? ഈ രോഗം, ഹീമോഫീലിയ എന്ന രോഗം ലോകത്തിൽ ആദ്യമായി ഉണ്ടായത് ഇംഗ്ലണ്ടില്, അതായത് ബ്രിട്ടീഷ് ഇംഗ്ലണ്ടില് രാജകുടുംബത്തിലാണെന്ന്. വിക്ടോറിയ രാജ്ഞി അറിയാമോ? വിക്ടോറിയ രാജ്ഞി, അവർക്കുണ്ടായിരുന്നു ഈ രോഗം. ഏത് രോഗം? ഹീമോഫീലിയ. ഏത് ഫാമിലിയിലാണ് ഉണ്ടായത്? റോയൽ ഫാമിലിയിൽ. സോ റോയൽ ഡിസീസ് ഹീമോഫീലിയ. രാജകീയ രോഗം ഹീമോഫീലിയ. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? രാജകീയ രോഗം ഏതാ? ഹീമോഫീലിയ. അപ്പൊ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന പാരമ്പര്യ രോഗമാണ് ഏതാ? ഹീമോഫീലിയ, റോയൽ ഡിസീസ്. ഓക്കെ. ഈ രോഗം വന്നു കഴിഞ്ഞാൽ, ഈ രോഗം പൊതുവെ സ്ത്രീകൾ എപ്പോഴും ക്യാരിയർ ആയിരിക്കും. എന്തായിരിക്കും മക്കളെ? കൺഫ്യൂഷൻ വരും. സ്ത്രീകൾ ക്യാരിയർ ആയിരിക്കും. ഇത് പ്രകടമാകുന്നത് പുരുഷന്മാരിലായിരിക്കും. അതെന്തൊരു കൊനിഷ്ടാ? അതെന്താ അങ്ങനെ പറയുന്നേ? എടാ, അതല്ലയുടെ വംശപാരമ്പര്യത്തെ നമ്മൾ പറയുന്നേ. ഒരച്ഛനും ഒരമ്മയും കൂടെ ചേരുമ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞൻ അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവം ഒരുപോലെ കാണിക്കില്ല. ഏതെങ്കിലും ഒരു സ്വഭാവം എക്സ്പ്രസ് ചെയ്യും, ഒരു സ്വഭാവം ഹൈഡാവും, ഒളിഞ്ഞിരിക്കും. ഒരു സ്വഭാവം പ്രകടമാവുകയും ഒരു സ്വഭാവം ഗുപ്തമാവുകയും ചെയ്യും. അതുപോലെ ഇവിടെ എന്താ? ജനിതക രോഗമാണ്. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന പാരമ്പര്യ രോഗം ഹീമോഫീലിയ ബാധിക്കുന്നത് എക്സ് ക്രോമസോമിനെയാണ് മക്കളെ. എക്സ് ക്രോമസോമിനെയാണ്. എക്സ്മസ് രോഗം എന്നും വിളിക്കും. രാജകീയ രോഗം എക്സ്മസ് രോഗം. എന്ത് വിളിക്കും? രാജകീയ രോഗം എക്സ്മസ് രോഗം. ഈ രോഗം വന്നാൽ അവസ്ഥ ബ്ലീഡിംഗ് ആണ്. ബ്ലീഡിംഗ് ആണ്. അതുകൊണ്ട് ബ്ലീഡേഴ്സ് ഡിസീസ്. എന്ത് വിളിക്കും? ബ്ലീഡേഴ്സ് ഡിസീസ്. എന്ത് വിളിക്കും? ബ്ലീഡേഴ്സ് ഡിസീസ്. കിട്ടിയോ? ഈ ഹീമോഫീലിയയുടെ ഒരു വകഭേദം, 2 വകഭേദങ്ങളിൽ ഒന്ന് കണ്ടെത്തിയത് സ്റ്റീഫൻ ക്രിസ്മസ് ആണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ഫാക്ടറിനെ കണ്ടെത്തിയത് സ്റ്റീഫൻ ക്രിസ്മസ് ആണ്. സോ ക്രിസ്മസ് ഡിസീസ് എന്നും അറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ്. അപ്പൊ മക്കളെ, രക്തം കട്ട പിടിക്കാതിരിക്കുന്ന പാരമ്പര്യ രോഗമാണ് ഏതാ? ഹീമോഫീലിയ. ഈ ഹീമോഫീലിയയെ കുറിച്ചും നമ്മുടെ ആപ്പിൽ നമ്മൾ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മക്കളെ. നിങ്ങൾ അത് കാണണം, നിങ്ങൾ അത് പഠിക്കണം, നിങ്ങൾ ഈ പരീക്ഷയിൽ ജയിക്കണം എന്ന ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രതീക്ഷ നമ്മളിലുമുണ്ട്. നമ്മളത് പ്രതീക്ഷിക്കും. നിങ്ങൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയേ, സ്ഥിരമായി ചോദിക്കുന്ന മറ്റൊരു ലളിതമായ ക്വസ്റ്റ്യൻ ആണ്. ലളിതമായ ക്വസ്റ്റ്യനെ അങ്ങ് വേണമെങ്കിൽ കോംപ്ലക്സ് രീതിയിലും ആക്കാൻ പറ്റും. PSC ഇപ്പോഴത്തെ നിലവാരം വെച്ച് ഉറപ്പായിട്ടും അങ്ങനെയും ചെയ്യാം. അപ്പൊ നോക്കിയേ, ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രൂപം കൊണ്ട പരിസ്ഥിതി സംഘടനയായ അപ്പിക്കോ ഇന്ത്യയിലെ ഏതു സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊള്ളാമല്ലോ. അതായത് പരിസ്ഥിതി പ്രസ്ഥാനങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ചിപ്കോ പ്രസ്ഥാനം. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവാണ് ചിപ്കോ പ്രസ്ഥാനം. മക്കളെ, ഒരു കഷ്ണം പേപ്പറിൽ ഇത് കുറിക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പൊ ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സംഘടന ചിപ്കോ പ്രസ്ഥാനം. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സ്ത്രീ ആരാണ്? ആ സ്ത്രീ ആരാണ്? നമ്മുടെ മേധാ പട്കർ. നമുക്കറിയാം, നർമ്മദ ബച്ചാവോ ആന്തോളന്റെ സ്ഥാപക മേധാ പട്കർ. ചോദ്യം വരുന്നതാണ് കേട്ടോ. ഇനി ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് നമുക്കറിയാം റൈച്ചൽ കഴ്സൺ. ഏതാണ്? ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് റൈച്ചൽ കഴ്സൺ. ഈ കണക്ടിങ് ഫാക്റ്റിൽ നിന്ന് നമുക്ക് മാർക്ക് കിട്ടണം. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാന മാതാവ് എന്നറിയപ്പെടുന്ന സ്ത്രീ മേധാ പട്കർ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാന മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക റൈച്ചൽ കഴ്സൺ. അമേരിക്കയിൽ DDT നിരോധനവുമായി ബന്ധപ്പെട്ടൊരു കൃതിയൊക്കെ ഉണ്ടല്ലേ. റൈച്ചൽ കഴ്സന്റെ കൃതിയുടെ പേരെന്താ? സൈലന്റ് സ്പ്രിങ്. നമുക്കറിയാം, സൈലന്റ് സ്പ്രിങ് എന്ന പുസ്തകം എഴുതിയത് ആരാ? റൈച്ചൽ കഴ്സൺ. അമേരിക്കയില് DDT നിരോധനത്തിന് കാരണമായിട്ടുള്ള ഒരു കൃതി കൂടിയാണ് റൈച്ചൽ കഴ്സന്റെ സൈലന്റ് സ്പ്രിങ്, നിശബ്ദ വസന്തം. അപ്പൊ നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിങ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? റൈച്ചൽ കഴ്സൺ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ്. 2 പേർക്കും പേരുണ്ട്.
ആധുനിക പരിസ്ഥിതി പ്രസ്ഥാന മാതാവ് റേച്ചൽ കഴ്സൺ ആണെങ്കിൽ തന്റെ പുസ്തകത്തിന്റെ പേരെന്താ? പരിസ്ഥിതി പ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നു. PYQ ആണ് പരിസ്ഥിതി പ്രവർത്തകരുടെ ബൈബിൾ. എന്തൊക്കെയാ പറഞ്ഞേ? ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാന മാതാവ് എന്നറിയപ്പെടുന്നത് ചിപ്കോ പ്രസ്ഥാനമാണ്. ആ ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സ്ത്രീയാണ് മേധാ പട്കർ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാന മാതാവ് എന്നറിയപ്പെടുന്നതാണ് റേച്ചൽ കഴ്സൺ. അവരുടെ കൃതിയാണ് സൈലന്റ് സ്പ്രിങ്. അമേരിക്കയിൽ DDT നിരോധനത്തിന് കാരണമായ ഒരു കൃതിയാണ് സൈലന്റ് സ്പ്രിങ്. അതിനെ അറിയപ്പെടുന്ന ഇരട്ടപ്പേരെന്താ? പരിസ്ഥിതി പ്രവർത്തകരുടെ ബൈബിൾ. ക്വസ്റ്റ്യനിലേക്ക് വരാം. ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രൂപം കൊണ്ട സംഘടനയാണ് അപ്പിക്കോ. സംശയമില്ലല്ലോ, അപ്പിക്കോ. ഈ അപ്പിക്കോ മൂവ്മെന്റ് രൂപീകരിച്ച എവിടെ? കർണാടകയിലാണ്. നോക്കിയേ, ഓപ്ഷൻ നോക്ക്. കർണാടകയാണ് ആൻസർ. കേരളം കൊടുത്തിരിക്കുന്നു, തമിഴ്നാട് കൊടുക്കുന്നു, ഉത്തർപ്രദേശ് കൊടുത്തിരിക്കുന്നു. UP ഒക്കെ ഡൗട്ട് വരില്ലേ? ചിപ്കോയുമായി ചെറിയൊരു ബന്ധമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഉത്തരാഖണ്ഡ് വന്നു, ഞാനിവിടെ ഉത്തർപ്രദേശ് പറയുന്നു. നമുക്ക് നോക്കാം. ഇവിടെ ആൻസർ കർണാടകയാണ്. അപ്പിക്കോ മൂവ്മെന്റ് രൂപീകരിച്ചത് ഏതാ? കർണാടക. 1983 അപ്പിക്കോ മൂവ്മെന്റ് രൂപീകരിച്ചത്. അപ്പിക്കോ മൂവ്മെന്റ് രൂപീകരിച്ചത് 1983 കർണാടകയിൽ രൂപം കൊണ്ടു. അപ്പൊ എന്നാ രൂപീകരിച്ചേ? 1983 കർണാടകയിൽ രൂപീകരിച്ചു. കർണാടകയിൽ ഒരു തെറ്റായ തീരുമാനം എടുത്തു. എന്താണ് ആ തെറ്റായ തീരുമാനം? കർണാടകയില് തേക്ക് പ്ലാന്റേഷന് വേണ്ടി മറ്റു മരങ്ങൾ മുറിക്കുവാൻ ഒരുങ്ങി. അതെന്താ തെറ്റായ തീരുമാനം? തേക്ക് പ്ലാന്റേഷൻ നല്ലതല്ലേ? തേക്ക് പ്ലാന്റേഷൻ നല്ലതാണ്. തേക്ക് പ്ലാന്റേഷന് വേണ്ടി മറ്റു മരങ്ങൾ മുറിക്കുന്നതാണ് പ്രശ്നം. ഓക്കെ, തേക്ക് പ്ലാന്റേഷന് വേണ്ടി മറ്റു മരങ്ങൾ മുറിക്കുന്നതിനെതിരെ നടന്ന പ്രതിഷേധമാണ് ഏതാ? അപ്പിക്കോ മൂവ്മെന്റിലേക്ക് എത്തിച്ചത്. അപ്പിക്കോ മൂവ്മെന്റ് രൂപീകരിച്ചത് 1983 കർണാടക. ആരാണ്? പാണ്ഡു രംഗ് ഹെഗ്ഡെ. ആരാണ്? പാണ്ഡു രംഗ് ഹെഗ്ഡെ. കിട്ടിയോ? അപ്പിക്കോ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പിക്കോ മൂവ്മെന്റ് രൂപീകരിച്ച് 1983. എവിടാ രൂപീകരിച്ച്? കർണാടക. ആരാ രൂപീകരിച്ചത്? പാണ്ഡു രംഗ് ഹെഗ്ഡെ. നിങ്ങളെ അപ്പിക്കോ മൂവ്മെന്റ് മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ അപ്പിക്കോ മൂവ്മെന്റ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങനെയല്ല വന്നത്. ചിപ്കോ മൂവ്മെന്റിൽ നിന്ന് പ്രചോദനം. അപ്പൊ ചിപ്കോയും കൂടെ മനസ്സിലാക്കണം അല്ലേ? ചിപ്കോ പ്രസ്ഥാനം നമുക്ക് നോക്കാം എന്താണെന്ന്. ചിപ്കോ പ്രസ്ഥാനം അതായത് 1973 രൂപീകരിച്ചതാണ്. അതായത് ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സംഘടനയാണ് ചിപ്കോ പ്രസ്ഥാനം അല്ലേ? ചിപ്കോ പ്രസ്ഥാനം രൂപീകരിച്ചത് 1973. അതായത് ഉത്തർപ്രദേശിൽ, നിങ്ങൾ സ്ലൈഡിലേക്ക് നോക്കിക്കോ, സ്ക്രീനിലേക്ക് നോക്കിക്കോ, സ്ക്രീൻ നോക്കാം. പക്ഷെ ഈ പറയുന്ന പോയിന്റുകൾ കേട്ട് വായിച്ചാൽ മതി. കാര്യം ഇതുമായിട്ടൊരു പൊരുത്തക്കേട് ഇവിടെ ഫീൽ ചെയ്യും. ചിപ്കോ പ്രസ്ഥാനം രൂപീകരിച്ചത് 1973 ഉത്തർപ്രദേശിൽ വനവൃക്ഷങ്ങൾ മുറിക്കുവാൻ ഒരു കരാർ നൽകി. എവിടെയാണ്? ഉത്തർപ്രദേശ്. സാർ ഉത്തരാഖണ്ഡ് അല്ലേ? ഉത്തരാഖണ്ഡ് ആണടേ. ഉത്തരാഖണ്ഡിലേക്ക് എത്തുന്നതിന് മുമ്പ് 1973 ഉത്തരാഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചിട്ടില്ലല്ലോ. 1973 പാർട്ടീഷൻ നടന്നിട്ടില്ല. ഉത്തർപ്രദേശേ ഉള്ളു. അപ്പൊ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റും. നമ്മളിപ്പോ നിൽക്കുന്ന എവിടെയാ? ഉത്തർപ്രദേശ് നിൽക്കുക. 1973 കാലഘട്ടം നിൽക്കുക. 1973 ഉത്തർപ്രദേശിൽ വനവൃക്ഷങ്ങൾ മുറിക്കുവാൻ ഒരുങ്ങി. അതിനെതിരായിട്ട് കർഷകരും ഗ്രാമീണ ജനങ്ങളും സംയുക്തമായി നടപ്പിലാക്കിയ ഒരു സമരമാർഗമാണ് ചിപ്കോ പ്രസ്ഥാനം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്നാ ഇതിന് വേണ്ട പോയിന്റ് എന്താ? 1973 എന്ത് രൂപീകരിച്ചത്? ചിപ്കോ പ്രസ്ഥാനം. ഉത്തർപ്രദേശിൽ വനവൃക്ഷങ്ങൾ മുറിക്കെതിരായി രൂപം കൊണ്ടു. ക്ലിയർ ആണോ? ആരാ നേതൃത്വം കൊടുത്ത? കർഷകരും ഗ്രാമീണ ജനങ്ങളും. ഈ സമരത്തിൽ ഏറ്റവും കൂടുതൽ പങ്കാളിയായിട്ടുള്ളത് വനിതകളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്, വനിതകളാണ്. ഓക്കെ, നോക്കിയേ, ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനയുടെ മാതാവ് എന്നറിയപ്പെടുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 1973 ഉത്തർപ്രദേശ് രൂപീകരിച്ചെന്നാ പറഞ്ഞേ. ഈ സംഭവത്തിനാസ്പദമായ ചമോലി എന്ന ജില്ല, ചമോലി എന്ന ജില്ല ഇന്നത്തെ ഉത്തരാഖണ്ഡിലാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഓപ്ഷൻ നോക്കി എഴുതാവുള്ളൂ. ഉത്തർപ്രദേശിൽ വനവൃക്ഷങ്ങൾ മുറിക്കുന്നതിന് രൂപം കൊണ്ട സംഘടനയാണ്. സംഭവത്തിനാസ്പദമായ ചമോലി എന്ന ജില്ല ഇന്നത്തെ ഉത്തരാഖണ്ഡിലാണ്. കിട്ടിയോ? ഓപ്ഷൻ നോക്കി എഴുതുക. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ആപ്തവാക്യമാണ് ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത്. എന്താ പറഞ്ഞേ? ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത്. ഓക്കെ, നോക്കിയേ, ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം മരത്തെ ആലിംഗനം ചെയ്യുക. അപ്പൊ ചിപ്കോയുടെ സമരമാർഗം എന്ത് മാർഗമാണ് മക്കളെ? അഹിംസയാണോ അതോ ഗറില്ല യുദ്ധമാണോ? എടാ, മരത്തെ ആലിംഗനം ചെയ്ത് സമാധാനപരമായി സമരം ചെയ്യുന്നു. ഈ പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം മരത്തെ ആലിംഗനം ചെയ്യുക.
ചിപ്കോയിൽ ഒരിടത്ത് പോലും അക്രമം നടന്നിട്ടില്ല. അതുകൊണ്ട് ഗാന്ധിജിയുടെ സർവോദയ എന്ന ആശയവുമായി ഇതിന് ബന്ധമുണ്ട്. ഗാന്ധിജിയുടെ സർവോദയ എന്ന ആശയവുമായി ബന്ധമുണ്ട്. സർവോദയ മീൻസ് പ്രോഗ്രസ് ടു ആൾ, എല്ലാവർക്കും പുരോഗതി. അപ്പൊ അങ്ങനെ ഒരിക്കൽ PS ചോദിച്ചിട്ടുണ്ട്, വലിയ പരീക്ഷയ്ക്കാണെന്നേ ഉള്ളൂ, നമ്മുടെ പരീക്ഷയ്ക്കും ചോദിക്കാം. ഗാന്ധിജിയുടെ സർവോദയ ആശയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് ചിപ്കോ. അതായത് ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം മരത്തെ ആലിംഗനം ചെയ്യുക. ചിപ്കോ പ്രസ്ഥാനം രൂപീകരിച്ചത് എന്നാ മനസ്സിൽ വരട്ടെ, 1973. ഇത് എവിടാ? ഉത്തർപ്രദേശിൽ വനവൃക്ഷങ്ങൾ മുറിക്കെതിരായി രൂപം കൊണ്ടു. ഈ സംഭവത്തിന് ആസ്പദമായ ചമോലി എന്ന ജില്ല ഇന്നത്തെ എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാന സ്ഥാപകനാണ് ആരാ? സുന്ദർലാൽ ബഹുഗുണ. വനിതകളുടെ നേതാവാണ് ഗൗരാദേവി. വനിതകളെ നയിച്ചത് ആരാ? ഗൗരാദേവി. ഓർത്തു വെക്കണേ, വനിതകളെ നയിച്ചത് ആരാ? ഗൗരാദേവി. മൈതി ഗേൾ എന്നൊക്കെ വിളിക്കുന്ന ഗൗരാദേവി. മറ്റു നേതാക്കളെ പരിചയപ്പെടാം. ചിപ്കോയുടെ മറ്റു നേതാക്കൾ. കാലം മാറി കോലം മാറണമല്ലോ. മറ്റു നേതാക്കൾ താഴെ തന്നിരിക്കുന്ന ചിപ്കോയുടെ നേതാവിൽ പെടാത്തത് എന്നൊരു ചോദ്യം ചോദിച്ച് എഴുതാൻ പറ്റാതെ പോയല്ലോ എന്നൊരു തോന്നൽ ഉണ്ടാകരുത്. മക്കളെ നോക്കിയേ, ആരൊക്കെയാണ് ചിപ്കോയുടെ നേതാവ്? സുന്ദർലാൽ ബഹുഗുണ, ചണ്ഡി പ്രസാദ് ഭട്ട്, സുന്ദർലാൽ ബഹുഗുണ, ചണ്ഡി പ്രസാദ് ഭട്ട്, അതുപോലെ ഗൗരാദേവി, ബച്നി ദേവി, സുരക്ഷാദേവി, സുദേശാദേവി. ആരൊക്കെയാണ്? ഗൗരാദേവി, സുരക്ഷാദേവി, സുദേശാദേവി, ബച്നി ദേവി. ക്ലിയർ ആണോ? അപ്പൊ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ആ ക്വസ്റ്റ്യന്റെ ഓപ്ഷനിൽ ഇത്രയധികം കാര്യങ്ങൾ കിടപ്പുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലായല്ലോ മക്കളെ. നോക്കിയേ, ചിപ്കോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലേ? അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? വിശദമായിട്ട് അറിയണം നിങ്ങൾ. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടാൻ പറ്റുന്ന കാര്യങ്ങൾ നേടേണ്ട സമയത്ത് നേടിയെടുക്കണം. അതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഭാഗ്യം എന്ന ഒരു വാക്കിന് പ്രസക്തിയില്ല. ഭാഗ്യം എന്ന വാക്ക് അതിന് അർത്ഥമില്ലാത്തൊരു വാക്കാണ്. കാര്യം ലക്ക് എന്ന സാധനം ഉണ്ടാകണമെങ്കിൽ അതിന് തൊട്ടുപുറകിൽ എഫർട്ട് എന്നൊരു വാക്കുകൂടെ വേണം. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? എഫർട്ട് ഇല്ല എങ്കിൽ ലക്കില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എല്ലാവരും പറയുന്നു, അതായത് ഞങ്ങൾ കുറെ നാൾ കൊണ്ടേ പഠിക്കുന്നു, ഞങ്ങൾക്ക് ഇതിലേക്ക് എത്താൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന മുഴുവൻ സാധനങ്ങളും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒന്നല്ല. ആണോ? സൂപ്പർ മാർക്കറ്റിൽ നമ്മളെ അതവിടെ ക്ലോക്ക് പോലും വെക്കാതെ സൂപ്പർ മാർക്കറ്റ് തുറന്നു വെച്ചിരിക്കുന്നത് നമ്മളെ പ്രലോഭിപ്പിക്കാൻ തന്നെയാണ്. അതിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ റാങ്ക് ഫയലിലേക്ക് നോക്കുമ്പോൾ, ഒരു ഇത്രയും വണ്ണമുള്ള അല്ലെങ്കിൽ ഓരോ വോളിയമായി തിരിച്ചിരിക്കുന്ന റാങ്ക് ഫയലുകളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് പകച്ചു പോകും. സ്വാഭാവികം. ഈ കാണുന്ന അത്രയൊന്നും നമുക്ക് പഠിക്കാനില്ല. ഉള്ളത് കുറച്ച് മാത്രമേ ഉള്ളൂ. ഉള്ളത് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചാൽ ഈ ഉദ്യോഗം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ശരിയാണോ ഞാൻ പറഞ്ഞത്? അതിന് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർഗമാണ്. അതിനുവേണ്ടിയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്ക് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് കയറി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ വിശദ വിവരങ്ങൾ കാര്യങ്ങളും ക്ലാസ്സുകൾ കണ്ടു തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് നോക്കിയ ബോർഡിലേക്ക് നോക്കാം, നിങ്ങൾക്ക് കാണാം. ഈ ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടി കോംബോ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതിലൊന്ന് മെയിനായിട്ടും ഡെയിലി ഉള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ നിന്ന് തന്നെ അതുപോലെ സ്പെഷ്യൽ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ, അതുപോലെ PYQ ക്വസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ, അതുപോലെ തന്നെ വീക്ക്ലി എക്സാം ലൈവ് ക്ലാസ്സുകൾ. ലൈവ് ക്ലാസ്സിന്റെ പ്രത്യേകം അറിയാമല്ലോ. ലൈവ് ക്ലാസ്സിന്റെ ഇന്ററാക്ഷൻ കുറച്ചുകൂടി കൂടുതലായിരിക്കും. നിങ്ങളിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ ഇറങ്ങിയെത്താൻ അവിടെ സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം, PDF നോട്ട്, അതായത് റാങ്ക് ഫയൽ പോലെ അല്ല PDF നോട്ട് തരുന്നത്. അതിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടത് മാത്രം കോർത്തിണക്കി പുതിയ സാഹചര്യത്തിനനുസരിച്ച് തയ്യാറാക്കിയതാണ് ടൈം ടേബിൾ ബേസ്ഡ് റിവിഷൻ റെക്കോർഡ് ക്ലാസ്. മക്കളെ, ഇത് മതി. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പറ്റും. സൂപ്പർ മാർക്കറ്റിൽ എല്ലാ സാധനവും നമുക്ക് വേണ്ടതിന് എടുത്തു വെച്ച് നമ്മൾ ഈ ഉദ്യോഗം ക്രാക്ക് ചെയ്തിരിക്കും. നിങ്ങൾ റെഡിയാണോ? ഞങ്ങൾ റെഡിയാണ്. ഓക്കെ. ഈ കാണുന്ന വീഡിയോ കാണുന്നത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക, മറ്റുള്ളവരെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.